അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ സഹോദരീ സഹോദരന്മാരെ, 24-ാം തീയതി ഇസ്രാ മിഅ്റാജ് യാത്രകളെ മുൻനിർത്തി റിഹ്ലത്തു സിദ്ഖിൻ വ തസ്ദീഖ്, സത്യത്തിൻ്റെയും സത്യപ്രഘോഷണത്തിൻ്റെയും യാത്ര എന്ന പ്രമേയമാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധരോടൊപ്പമാവുകയും ചെയ്യുക. വിശുദ്ധ പ്രവാചകരെ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ, അതിമഹത്തരമായ ഒരു സന്ദർഭം, ഉന്നതമായ ഒരു മുഹൂർത്തം നമ്മിലേക്ക് ആഗതമാവുകയാണ്. ഏറെ സുന്ദരമായ സന്ദേശങ്ങളും അത്യുന്നതമായ മൂല്യങ്ങളും ഇസ്രാ മിഅ്റാജ് പ്രയാണങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. അത് സത്യത്തിൻ്റെയും സത്യ ഉദ്ഘോഷത്തിൻ്റെയും യാത്രയാണ്. ആ പരിശുദ്ധമായ യാത്രയുടെ സ്മരണകൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്മിൽ അള്ളാഹു ശാശ്വതമാക്കുകയുണ്ടായി. അതേ സൂക്തത്തിൽ തന്നെ വിശുദ്ധ പ്രവാചകരുടെ സത്യസന്ധതയ്ക്ക് അള്ളാഹു ശപഥം ചെയ്യുകയും സാക്ഷ്യം പറയുകയുമുണ്ടായി. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. താഴോട്ടു പതിക്കുന്ന നക്ഷത്രം തന്നെ സത്യം, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റുകയോ ദുർമാർഗിയാവുകയോ ചെയ്തിട്ടില്ല. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമായി കിട്ടുന്ന വഹിയല്ലാതെ അവിടുന്ന് തന്നിഷ്ടപ്രകാരം യാതൊന്നും സംസാരിക്കുകയില്ല. അഥവാ തോന്നിയതെല്ലാം സംസാരിക്കുന്നവരല്ല വിശുദ്ധ പ്രവാചകർ. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന കൽപ്പന അനുസരിച്ചാണ് ആ കൽപ്പനകളെ സമ്പൂർണമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിൽ പ്രവാചകരുടേതായി കൂട്ടിച്ചേർക്കുകയോ കുറക്കുകയോ ഒന്നും ചെയ്യുന്നുമില്ല. മാ കദബൽ ഫുആദു മാ റആ. വിശുദ്ധ പ്രവാചകരുടെ നേത്രങ്ങൾ ദർശിച്ചതിനെ മനസ്സ് കളവാക്കിയിട്ടില്ല. വിശുദ്ധ പ്രവാചകരുടെ റിഹ്ലത്തുൽ ഇസ്രാഇ വൽ മിഅ്റാജ് സത്യസന്ധരായ പ്രവാചകരുടെ സത്യസന്ധമായ യാത്രയായിരുന്നു. കാരണം അറബികൾ പണ്ടുതൊട്ടേ സത്യത്തെ നിർവചിച്ചിരിക്കുന്നത് വസ്തുതകളോട് യോജിക്കുന്ന വൃത്താന്തമെന്നാണ്. സത്യസന്ധരായ പ്രവാചകർ തൻ്റെ ഇസ്രാ യാത്രയെക്കുറിച്ച് മക്കയിലെ ജനങ്ങളോട് പറഞ്ഞു. അത് പ്രവാചകർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ലമ്മാ കാന ലൈലതു ഉസ്രിയ ബി വഅസ്ബഹ്തു ബിമക്ക ഫദഅതു ബിഅംരി വഅറഫ്തു അന്നന്നാസ മുകദ്ദിബിയ്യ. എനിക്ക് ഇസ്രാ സംഭവിച്ച രാത്രി ഞാൻ പുലർച്ചെ മക്കയിൽ തന്നെ തിരിച്ചെത്തി. എനിക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു. എൻ്റെ സമൂഹം എന്നെ അവിശ്വസിക്കുമെന്ന് എനിക്കറിയുകയും ചെയ്യുമായിരുന്നു. പ്രവാചകർ നടന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അവർക്കെല്ലാം പ്രവാചകരുടെ സത്യസന്ധത അറിയാം. അവരെല്ലാം അത് പ്രശംസിക്കുകയും പ്രവാചകർ അവർക്കിടയിൽ 50-ലേറെ വർഷം സത്യസന്ധനായി ജീവിക്കുകയും അസ്വാദിഖുൽ അമീൻ എന്ന് പ്രവാചകർക്ക് അവർ വിശേഷണം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ പ്രവാചകരെക്കുറിച്ച് അവരാവശ്യമില്ലാത്തത് പറയുകയാണ്. വിശുദ്ധ പ്രവാചകർ ഉന്നതമായ സ്ഥാനത്തിൻ്റെ ഉടമയാണ്, അത്യുന്നതമായ സ്വഭാവമുള്ളവരാണ്. പിന്നെയും എങ്ങനെയാണ്, പിന്നെയും ആരാണ് വിശുദ്ധ പ്രവാചകരെ അംഗീകരിക്കാതിരിക്കുക, കളവാക്കുക? അള്ളാഹു തന്നെ പ്രവാചകരുടെ സത്യസന്ധത സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ. അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായ വൃത്താന്തം പറയുന്നവൻ ആരുണ്ട്? അള്ളാഹു പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ. സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് എന്തെങ്കിലും പറയുന്നവരല്ല വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ പ്രവാചകരുടെ കൽപ്പനകൾക്ക് ഉത്തരം നൽകണമെന്ന് അള്ളാഹു തന്നെ കൽപ്പിച്ചിരിക്കുന്ന സത്യസന്ധനാണ്
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. സത്യവിശ്വാസികളെ, നിങ്ങളെ ജീവസുറ്റവരാക്കുന്ന കാര്യങ്ങളിലേക്ക് അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകരും നിങ്ങളെ ക്ഷണിക്കുന്നുവെങ്കിൽ ആ ക്ഷണം നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക എന്ന്. താൻ പറയുന്നതെല്ലാം സത്യമായിരിക്കുമെന്നും ഉറപ്പുള്ളതേ ഞാൻ സംസാരിക്കൂവെന്നും പ്രവാചകരു തന്നെ അള്ളാഹുവിനെ മുൻനിർത്തി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടൊന്ന് പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി മാ ഖറജ മിന്നീ ഇല്ലാ ഹഖ്. എന്നെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ തന്നെ സത്യം മാത്രമേ എന്നിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളൂ. നമ്മയെല്ലാം സത്യസന്ധത പഠിപ്പിച്ച അസ്വാദിഖാണ് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നമ്മെ സത്യത്തിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നതിൻ്റെ നിബന്ധനയായി, സൂചനയായി അവിടുന്ന് സത്യത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. പ്രവാചകർ പറഞ്ഞു, ഫഇൻ അഹ്ബബ്തും അൻ യുഹിബ്ബകുമുല്ലാഹു വറസൂലുഹു. അള്ളാഹുവും അള്ളാഹുവിൻ്റെ ദൂതരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ ഫഅദ്ദു ഇദ തുമിൻതും. നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി നിർവഹിക്കണം. വസ്ദുഖു ഇദാ ഹദ്ദസ്തും. സംസാരിക്കുമ്പോൾ നിങ്ങൾ സത്യം മാത്രം പറയുകയും വേണം. അസ്വാദിഖായ നമ്മുടെ പ്രവാചകരെ കണ്ടവരെല്ലാം ഇങ്ങനെയാണ് പറഞ്ഞത്. ലമ്മാ റഅയ്തു വജ്ഹഹു അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ മുഖം ഒരു കളവു പറയുന്നവൻ്റെ മുഖമല്ല എന്നായിരുന്നു. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യസന്ധന്മാരായ പ്രവാചകന്മാരുടെ പരമ്പരയ്ക്ക് പൂർത്തീകരണമായി അള്ളാഹു നിയോഗിച്ച അസ്വാദിഖാൻ. സത്യവിശ്വാസികളെ, മക്കയിലെ അവിശ്വാസികൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ഇസ്രാഇൻ്റെ സംഭവ വികാസങ്ങൾ വിവരിച്ചു കൊടുത്തപ്പോൾ ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, താങ്കളുടെ കൂട്ടുകാരൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടുവോ എന്ന്. എന്നിട്ട് അവർ വിശദീകരിച്ചു, ഇക്കഴിഞ്ഞ രാത്രിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ നടത്തിയെന്ന് വാദിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, പ്രവാചകർ അങ്ങനെ പറഞ്ഞുവോ? അവർ പറഞ്ഞു, തീർച്ചയായും പറയുന്നുണ്ട്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിയുറച്ച പർവ്വതങ്ങളുടെ സ്ഥൈര്യമുള്ള ആ വാചകം പറഞ്ഞത്, ഇൻ കാന ഖാല ദാലിക് ലഖദ് സദഖ് ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്. എൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ആ പറഞ്ഞതു സത്യമാണ്. അതിലും വിദൂരമായ കാര്യങ്ങളിൽ ആ പ്രവാചകനെ ഞാൻ ഇപ്പോഴേ വിശ്വസിക്കുന്നുമുണ്ട്. ഉസദ്ദിഖുഹു ബിഖബരിസ് സമാഇ യഅതീഹി ഫീ ഗദ്വത്തിൻ ഔ റൗഹ. രാവിലോ പകലിലോ ആകാശത്തു നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് വഹ്യ് വരുന്നു എന്ന കാര്യവും ഞാനതുപോലെ വിശ്വസിക്കുന്നതാണല്ലോ എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അചഞ്ചലമായ ഈ വിശ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. സത്യസന്ധമായ വാർത്തയുമായി വന്ന പ്രവാചകരും ആ പ്രവാചകരെ സമ്പൂർണമായി സത്യപ്പെടുത്തുകയും ചെയ്ത അബൂബക്കറും അവർ തന്നെയാണ് സൂക്ഷ്മാലുക്കളായവർ. ഇങ്ങനെയായിരുന്നു വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാർ. അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പടി വിശ്വസിക്കുന്നവരായിരുന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ ഹദീസുകൾ പറയുമ്പോഴെല്ലാം കൂട്ടിച്ചേർക്കാറുണ്ടായിരുന്ന ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു, ഹദ്ദസനാ റസൂലുള്ളാഹ് വഹുവ സ്വാദിഖുൽ മസ്ദൂഖ്. ഞങ്ങളോട് പ്രവാചകർ പറഞ്ഞു, ആ പ്രവാചകർ സ്വാദിഖും മസ്ദൂഖുമാണ്, സത്യം പറയുന്നവരാണ്, പറയുന്നതെല്ലാം സത്യമാക്കപ്പെടുന്നവരുമാണ്. നമ്മളും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സ്ഥിരപ്പെട്ടതെല്ലാം വിശ്വസിക്കുകയാണ്, അവയെല്ലാം മുറുകെ പിടിച്ച് ജീവിക്കുകയാണ്.
അത് ജീവിതത്തിൽ പകർത്തുകയാണ്. പ്രവാചകരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും പ്രവാചകരെ മനസ്സിലാക്കുകയുമാണ്. വിശുദ്ധ പ്രവാചകരുടെ ചര്യ നാം ഇഷ്ടപ്പെടുന്നത് ആ പ്രവാചകരോടുള്ള ഇഷ്ടമാണ്. ആ പ്രവാചകരെ നാം സത്യപ്പെടുത്തുന്നത് ആ പ്രവാചകൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശത്തെ സത്യപ്പെടുത്തലാണ്. ഫല്ലാഹുമ്മ ജഅൽനാ ബിമാ അൻസൽത മൂഖിനീൻ വലിനബിയിക മുസദ്ദിഖീൻ വബിഖുലുഖിസ് സിദ്ഖി മുതഹല്ലീൻ. അല്ലാഹുവേ, നീ അവതരിപ്പിച്ചിരിക്കുന്നതിൽ സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നവരും നിൻ്റെ പ്രവാചകരെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരും സത്യസന്ധതയെന്ന സവിശേഷ സ്വഭാവം ജീവിതത്തിൻ്റെ സൗന്ദര്യമായി സ്വീകരിക്കുന്നവരായും ഞങ്ങളെ നീ മാറ്റണമേ. സത്യവിശ്വാസികളെ, ഇസ്രാഉം മിഅ്റാജും നമ്മോട് പറയുന്നത് സത്യത്തിൻ്റെയും സത്യം ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കേണ്ടതിൻ്റെയും അർത്ഥതലങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നാം സത്യസന്ധതയെ മുറുകെ പിടിക്കുന്നത് എത്ര സുന്ദരമായ കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് തെളിമയുണ്ടാകും, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകും. സത്യസന്ധരായ പ്രവാചകർ നമ്മോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഇന്ന സിദ്ഖ തുമഅ്നീന, സത്യസന്ധത ആശ്വാസമാണ്, സമാധാനമാണ്. സത്യം പറയുന്നവരെപ്പോഴും കാണപ്പെടുന്നത് സമാധാനപൂർണരായി സ്വസ്ഥമായ മനസ്സോടെ നല്ല ഹൃദയത്തോടെയാണ്. അതുകൊണ്ട് സത്യത്തിൻ്റെ ഉദ്ഘോഷത്തിൻ്റെയും പ്രയാണമായ വിശുദ്ധ ഇസ്രാ മിഅ്റാജ് യാത്രകളിൽ നിന്ന് നമ്മുടെ വ്യക്തിജീവിതത്തിലെ സത്യസന്ധതയെക്കുറിച്ച് പുനർവിചിന്തനം നടത്താം. നമ്മുടെ മക്കളോട് നാം എത്ര കണ്ട് സത്യം പറയുന്നുവെന്നും പാലിക്കുന്നുവെന്നും നമുക്ക് വീണ്ടും ആലോചിക്കാം. സാമൂഹിക മാധ്യമങ്ങളിൽ ഓരോ ദിവസവും നാം എന്തെല്ലാം പ്രചരിപ്പിക്കുന്നുവെന്ന് നമുക്കൊന്നുകൂടി പരിശോധിക്കാം. കാരണം മിഅ്റാജിൻ്റെ രാവിൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ കാണാനിടയായി. അയാളുടെ വായയുടെ 2 ഭാഗങ്ങളും 2 കണ്ണുകളും മൂക്കും പിരടിയിലേക്ക് വലിച്ചു കീറപ്പെടുന്നതായ ഭയാനകമായ രംഗമാണ് പ്രവാചകരു കണ്ടത്. പ്രവാചകർ ചോദിച്ചു, ഇതാരാണ്? പ്രവാചകനു നൽകപ്പെട്ട മറുപടി ഇപ്രകാരമായിരുന്നു: ഇന്നഹുർ റജുൽ യഗ്ദൂ മിൻ ബൈതിഹി ഫയക്ദിബുൽ കദ്ബത തബ്ലുഗുൽ ആഫാഖ്. ഇയാൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നയാളാണ്, എന്നിട്ടൊരു കളവ് പറയും. ആ കളവ് നിമിഷങ്ങൾ കൊണ്ട് ലോകമാകെ പ്രചരിക്കുകയും ചെയ്യും. പറയുന്നവന് അങ്ങേയറ്റത്തെ വിഷമമായി തീരുന്ന എത്രയെത്ര കളവുകളുണ്ട്. അപവാദങ്ങളായും വലിയ പ്രതിസന്ധികളായും മാറുന്ന എത്രയെത്ര അസത്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം സത്യത്തെ മുറുകെ പിടിക്കുക, വിജയികളായിത്തീരുക. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സത്യസന്ധരായ പുരുഷന്മാരെയും സത്യസന്ധരായ സ്ത്രീകളെയും പരാമർശിച്ച ശേഷം അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ്. അള്ളാഹു പറഞ്ഞു, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അത്തരം ആളുകൾക്ക് അള്ളാഹു പാപമോചനവും അതിമഹത്തായ പ്രതിഫലവും തയ്യാർ ചെയ്തിട്ടുണ്ടെന്ന്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.